പേരുമലയിലെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ഫെബ്രുവരി 24 സംഭവിച്ച കൊടും ക്രൂരകൃത്യങ്ങൾ 23-കാരനായ അഫാൻ പോലീസിനോട് വിശദീകരിച്ചത്. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റ് പോംവഴികൾ ഒന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു. അതിനിടെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോൾ കഴുത്തിൽ ഇറുക്കി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വല്യമ്മ സൽമ ബീവിയുടെ അടുത്തെത്തി എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന് പേരുമലയിലെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിൽ. താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. പിന്നാലെ ആക്രമിച്ച മറ്റുള്ളവരുടെ വിവരങ്ങളും. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിൽ അടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കു ചുറ്റും അടിക്കുകയായിരുന്നെന്നുമാണ് വെളിപ്പെടുത്തൽ. അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന്റെ നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കലിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിൽ അടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കിയടച്ച ശേഷം താൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തു കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് ഇപ്പോഴും അതിന്റെ ആ ഒരു തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ അഫാന് പിതാവ് റഹീമിനോട് മാത്രമല്ല പകയുണ്ടായിരുന്നത്, സ്വന്തം മാതാവിനോടും ഈ ഒരു പ്രതിക്ക് പകയുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസുകാർ പറയുന്നത്. അതും കടുത്ത പക എന്ന് വേണം പറയാൻ. അത് മറ്റൊന്നുമല്ല, ഈ ഒരു കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടാനുള്ള മെയിൻ കാരണം തന്റെ മാതാവായ ഷെമിയാണെന്നാണ് ഈ ഒരു അഫാൻ പറയുന്നതും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ട കൊലപാതകത്തിലേക്ക് വരെ നയിച്ചത്. അത് മെയിൻ വില്ലത്തി എന്ന് പറയുന്നത് തന്റെ ഉമ്മ ഷെമിയാണെന്ന് ഇവിടെ അഫാൻ എടുത്ത് തന്നെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഉമ്മയും മകനും ഭയങ്കര ദൂർത്തലായിരുന്നു ജോലി. അതിന് ഷെമി ആരോടൊക്കെ കടം വാങ്ങാൻ പറ്റുമായിരുന്നോ അവരോടെല്ലാം കടം വാങ്ങുകയും ചെയ്തു. എന്നാൽ ഇത് കടക്കാരുടെ ശല്യം കൂടിയപ്പോഴാണ് ഈ അഫാന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശല്യമായിട്ട് തോന്നിയത് തന്നെ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ട കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് ഈ ഒരു പ്രതി പറയുന്നത്. എന്നിരുന്നാലും ശരി, ഇത്തരത്തില് ഒരു കൂട്ട കൊലപാതകം, അതും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം തന്നെ നയിക്കാനുള്ള മെയിൻ കാരണം ഇത് തന്നെയായിരുന്നു. ഈ ഒരു കൊലപാതകം നടന്ന ദിവസം പോലും, അന്ന് ആ ഒരു സംഭവം നടക്കുന്ന ദിവസം രാവിലെ ഈ ഒരു അഫാനും ഈ ഒരു ഷെമിയും തമ്മിൽ വാക്ക് തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കടങ്ങളെ കുറിച്ചും ഈ ഒരു കടക്കാരുടെ ശല്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ വാക്ക് തർക്കം വരെ ഉണ്ടായിരുന്നു. അതിലെ ഈ അഫാൻ പറയുന്നുണ്ട് അമ്മയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി എന്ന് പറയുന്നുണ്ടെങ്കിലും മാതാവായ ഷെമി പറയുന്നത് ഈ അഫാന്റെ ഒരു ധൂർത്ത് കാരണമാണ് ഇത്തരത്തിൽ കടമുണ്ടായെന്ന്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് വാക്ക് തർക്കം ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ അഫാന് ഇത് കേട്ടപ്പോൾ തന്നെയാണ് ആ ഒരു പക തോന്നിയത്. അന്ന് തന്നെ ആ ഒരു കൊലപാതകം നടത്തണമെന്നുള്ള ആ ഒരു പക അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഈ ഒരു പ്രതി പോലീസിനോട് മൊഴി കൊടുത്തിരിക്കുന്നത്. ശരി, ഇയാൾക്ക് ഇത്രയും പക തോന്നിയെന്ന് വിചാരിക്കട്ടെ, അതിന് ഈ ബാക്കിയുള്ളവരെ കൊല്ലേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു? സ്വന്തം സഹോദരൻ, അതുപോലെ സ്നേഹിച്ച പെൺകുട്ടിയെ, സ്വന്തം ഉമ്മായും, അതുപോലെ തന്നെ പിതാവിന്റെ സഹോദരൻ, ഇവരൊക്കെ കൊല്ലേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ശരിക്കും ഈ ഒരു പക വന്നപ്പോഴത്തേക്ക് ഇവരെ എല്ലാവരും കൊല്ലാനുള്ള മെയിൻ പ്ലാൻ ആയിരുന്നു ഈ ഒരു അഫാന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിലെ ആദ്യത്തെ ശ്രമം നടത്തിയതാണ് തന്നെ മാതാവായ ഷെമിയിൽ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഹിറ്റ് ലിസ്റ്റിൽ വേറെയും 2 പേരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അവർ 2 പേരെ കൊല്ലാൻ പറ്റിയില്ല. പിന്നെ
കയ്യില് എന്താ പറയുക, ഈ ഒരു കടക്കാരുടെ ശല്യം കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ കടക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ അവരെയും തീർത്ത് കളയാമെന്നുള്ള ഒരു പ്ലാനിങ് തന്നെയായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത്. സ്വന്തം അനുജനായ അഫ്സാനെ, അതായത് പൊന്നുപോലെ കൊണ്ട് നടന്ന ഒരു സഹോദരനായിരുന്നു അഫ്സാനെ കൊല്ലാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് അഫ്സാനെ കൊലപ്പെടുത്തിയത് എന്നാണ്. പക്ഷെ ഈ അഫ്സാനെ കൊല്ലുമ്പോൾ പോലും ഒരു കുറ്റബോധവും അവന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ഒരു അഫാൻ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫർസാനയെ കൊല്ലാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ അഫാന് പകയുണ്ടായത് ഫർസാനയോടാണ് എന്ന് വേണമെങ്കിൽ പറയും. കാരണം എല്ലാവരെക്കാളും ഏറ്റവും ബ്രൂട്ടലി കൊലപ്പെടുത്തിയതും ഈ ഒരു ഫർസാനയെ തന്നെയായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് കേട്ടോ. അത് കൊല്ലാനുള്ള പദ്ധതി ആയിരുന്നു. അത് മെയിൻ റീസൺ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്ത് ഈ ഫർസാന തന്റെ കയ്യിലിരുന്ന മാല എടുത്ത് ഈ അഫാന് സഹായിച്ചിട്ടുണ്ടായിരുന്നു, പണയം വെച്ച് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരികെ ചോദിച്ചത് ഇവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെയാണ് അത് നിരന്തരം ഈ ഒരു ഫർസാന ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം വീട്ടുകാരറിയാതെ കൊടുത്ത ഒരു മാലയാണ് അത്. ശരിക്കും പറഞ്ഞാൽ അത് അഫാൻ ചെയ്തത് മഹാ തെണ്ടിത്തരമല്ലേ. കാരണം സ്നേഹിച്ച ഒരു പുരുഷന് വേണ്ടിയിട്ടാണ് ഈ ഫർസാന ഇത് ചെയ്തത്. മാല വീട്ടുകാരറിയാതെ അവനെ സഹായിച്ചതാണ്. ശരിക്കും അവൾ ചെയ്തത് ഇവനെ സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷെ തിരിച്ചു അവൻ ചെയ്തതോ, ഈ മാല ചോദിച്ചതുകൊണ്ട് അറിയുന്നതിന് മുന്നേ തന്നെ മാല തിരിച്ചു വേണമെന്ന് ആ ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഫർസാനയെ വളരെ ബ്രൂട്ടലി ആയിട്ട് അവൻ കൊലപ്പെടുത്തിയത്. എന്നിട്ട് ഈ ഒരു കൊല നടന്ന സമയത്തൊക്കെ പറഞ്ഞത് ഫർസാന ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് പറഞ്ഞാണ് കൊലപ്പെടുത്തിയതിന്. മെയിൻലി അഫാൻ തന്റെ ഉമ്മുമ്മയെയും അതുപോലെ പിതൃ സഹോദരനെയും അവരുടെ വൈഫിനെയൊക്കെ കൊന്നതിന് ശേഷമാണ് ഫർസാനയും അതുപോലെ അഫ്സാനെയും കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയത് പറഞ്ഞിരുന്നല്ലോ. അതിൽ ഫർസാനയുടെ മുന്നത്തെ കൊലപാതകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഫർസാന ഇത് കേട്ട് പേടിച്ച് അവിടെ നിന്ന് വരണ്ട് ഓടാനൊക്കെ ശ്രമിച്ച് കാണുമായിരിക്കും കേട്ടോ. ആ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ തന്നെയായിരുന്നു ഈ ഒരു അഫാൻ ആ ഒരു പെൺകുട്ടിക്ക് തലയ്ക്ക് അടിച്ചത്, ചിറ്റിക കൊണ്ട് അടിച്ചത്. മെയിൻലി ഈ കൃത്യം വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിയിട്ട് വലിച്ചഴിച്ച് കസേരയിൽ കൊണ്ടിരുത്തേക്ക്. ആ കസേരയിൽ ഇരിക്കുന്ന ഒരു പൊസിഷനിലാണ് ഫർസാനയെ കണ്ടത്, മുകളിലത്തെ റൂമിൽ. അതും ആ ഒരു പെൺകുട്ടി ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു അല്ലേ. കാരണം സ്നേഹിച്ചവനാണ്, അവന്റെ കയ്യിൽ നിന്ന് താൻ മരിക്കപ്പെടുമെന്നുള്ള ഒരു തെല്ലിയുടെ ചിന്ത പോലും ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി കാണത്തില്ല. അതുപോലെ തന്നെ പിതൃമാതാവായ സൽമാ ബീവിയുടെ മാലയെ ഇവൻ പണയം വെച്ചിട്ട് 70,000 രൂപയ്ക്കാണ് പണയം വെച്ചത്. അതിൽ നിന്ന് 45,000 രൂപ ഇവൻ സ്വന്തം അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. ATM വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചത്. അതിനുശേഷം ഈ ഒരു പണം രാവിലെ വിളിച്ച് ശല്യപ്പെടുത്തിയ കടക്കാർക്ക് 4 പേരുണ്ടായിരുന്നു, അവർക്ക് വീതിച്ച് നൽകിയത് എന്നാണ് ഈ ഒരു അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു പണം കടം ചോദിച്ച് ഏവനെങ്കിലും തന്റെ വീട്ടിൽ അന്ന് വന്നിരുന്നെങ്കിൽ അവരെയും വകവരുത്താനുള്ള പ്ലാന് ഈ ഒരു അഫാന്റെ കയ്യിലുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് മുളക് പൊടി വരെ അവൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ 5 കൊലപാതകങ്ങളും ചെയ്തതിന് ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ വരെ അവൻ തുറന്നിട്ടാണ് പോയത്. അത് മറ്റൊന്നുമല്ല, ഈ ഒരു വീട്ടിലെ തന്റെ പിതാവും താമസിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അഫാൻ ആ ഒരു ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടു. ശരിക്കും ഏതൊക്കെ രീതിയിലാണ് അവന്റെ മൈൻഡ് പോകുന്നതെന്നൊന്ന് നോക്കിയേ. ഗ്യാസ് തുറന്നു വിട്ട ശേഷം തനിയെ വീട് കത്തുമെന്ന് കരുതിയാണ് വീട് പൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു അഫാൻ പോയത്. പല വീടുകളിലായി തലക്കടിച്ച് കൊലപ്പെടുത്തിയവരുടെ വിവരം പുറം ലോകത്തെ അറിയിക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു അഫാൻ പോയത്. ഈ സമയം കടയിൽ നിന്ന് 20 രൂപ കൊടുത്ത് വാങ്ങിയ എലി വിഷവും അഫാൻ കഴിച്ചിരുന്നു. എന്നിട്ട് സ്റ്റേഷനിൽ വന്ന് കുഴഞ്ഞു വീണു പ്രതി നാടകം കളിച്ചു എന്നാണ് പോലീസും പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ 6:30 ലോക്കപ്പിനുള്ളിലെ ഒരു ബാത്റൂമിൽ പോകുന്ന സമയത്ത് അഫാൻ കുഴഞ്ഞു വീണത് ഒരു നാടകം തന്നെയായിരുന്നു. ലോക്കപ്പിൽ നിന്ന് 3 അടിയോളം ഉയരമുള്ളതാണ് ഈ ഒരു ശുചിമുറി എന്ന് പറയുന്നത്. അതിനു മുകളിൽ കയറിയ അഫാൻ പെട്ടെന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ കല്ലറയിലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവരെ എത്തിക്കുകയും ചെയ്തു. പിന്നീട് പരിശോധനയിലൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അതുപോലെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണെന്നൊക്കെ പോലീസ് പറയുകയുണ്ടായി. സ്റ്റേഷനിലെ ശുചിമുറി ഉപയോഗിക്കാൻ പ്രയാസമാണെന്ന് വരെ അഫാൻ ഡോക്ടറോട് പറഞ്ഞു. അതായത് എനിക്ക് ഇന്ത്യൻ ക്ലോസറ്റ് പറ്റത്തില്ല എന്നുള്ള രീതി തന്നെയായിരുന്നു പറഞ്ഞത്. തലകറക്കത്തിനുള്ള ഗുളികയും ORS ലായനി മാത്രമാണ് അഫാന് അന്ന് നൽകിയത്. ഈ തെളിവെടുപ്പ് നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് പോലീസിന് മുന്നിലെ ഇവൻ കുഴഞ്ഞു വീണ് അഭിനയിച്ചതാണെന്നുള്ള ഡൗട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നത് കൊണ്ട് തന്നെ അഫാന്റെ ഈ ഒരു കൈരി മാറ്റിയിട്ട് ബർമുഡയാണ് ഇപ്പോൾ ധരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പോലീസുകാർക്ക് ചെയ്യണമെന്ന് അറിയാമോ? ശരിക്കും ഈ ഒരു പ്രതിക്ക് ഇപ്പം ശരിക്കും ഇവനൊരു പ്രതിയാണോ എന്ന് വരെ നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. കാരണം പുള്ളിക്കാരന് ബെറോട്ടയും ചിക്കൻ ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. അതുപോലെ ഊണിനോട് മീൻകറി വേണം, പിന്നെ 4 മണിക്ക് കട്ടൻ ചായ വേണം, ഇല്ലെങ്കിൽ തലവേദന എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോ അവനാണോ പ്രതി അതോ നമ്മളാണോ പ്രതി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു ചെന്താമര കേസിലും കണ്ടില്ലായിരുന്നു, അതിലും അയാൾക്ക് കഴിക്കാൻ കൊടുത്തതുപോലെ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുത്തിരുന്നത്.
ഇത്തരത്തിലുള്ള ക്രൂര സ്വഭാവമായിട്ടുള്ള ഈ ക്രിമിനലുകൾക്ക് കൊടുക്കുന്നത് നമ്മുടെ ടാക്സ് കൊണ്ടുള്ള ഭക്ഷണം തന്നെയല്ലേ? ശരിക്കും എന്തിനാണ് ഇത്തരത്തിലുള്ള പരിഗണന അവന് കൊടുക്കേണ്ട ആവശ്യം? അവൻ ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്ത് ഒരു തെല്ലിട പോലും അവനൊരു എന്താ പറയുക, ഒരു കുറ്റബോധം എന്ന് പറയുന്നത് അവന്റെ മനസ്സിലേ ഇല്ല, അല്ലെങ്കിൽ അവന്റെ ആ ഒരു മുഖത്ത് പോലും ഇല്ല. അവൻ ചെയ്തത് ശരി എന്നുള്ള രീതിയിലാണ് ഇത്രയും ദിവസമായിട്ട് പോലും അവൻ ആ ഒരു പ്രതികരണത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബറോട്ടയും ചിക്കനും മീൻകറിയും കട്ടൻ ചായയൊക്കെ വേണം എന്നൊക്കെ ഈ ഒരു പോലീസുകാരോട് തന്നെ ആവശ്യമുള്ളത്. അതിന്റെ പോലീസുകാർ പാപം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതുണ്ട്. അല്ല, ഇത് ഇത്രയും ദിവസമായിട്ട് ഈ തെളിവെടുപ്പ് കഴിഞ്ഞില്ലേ? ഇനി എന്തിനാണ് ഈ ഒരു കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? ശരിക്കും എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനമെടുത്ത് അവൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ, അവന് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം. അവൻ ഇപ്പൊ കൊലപാതകം ചെയ്തവരിൽ അവന്റെ ഉമ്മയും അവൻ മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ബാക്കി 5 പേരെ വളരെ ക്രൂരമായിട്ട് അവൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതും അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവർക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഗതി വന്നത് തന്നെ? സ്വന്തം പിതാവ് ഗൾഫിലായിരുന്നു തന്നെ 7 വർഷത്തോളമായി നാട്ടിൽ പോലും വന്നിട്ട്, പക്ഷെ പിതാവ് ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതും എത്രത്തോളമാണ് ശരിയെന്ന് തന്നെ. എന്തൊക്കെയായാലും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഈ കുടുംബം മൊത്തം ഒരു ഉടായ്പിന്റെ ഒരു ലക്ഷണം തന്നെയാണ് കാണാൻ. ഇപ്പൊ മാതാവായാലും ശരി, പിതാവായാലും ശരി, ഈ മകനായാലും ശരി, പറയുന്ന കാര്യങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ അമ്മയും മകനും കൂടെ ഇത്തരത്തിലുള്ള ആർഭാട ജീവിതം ജീവിക്കുന്നത് എന്തുകൊണ്ട് പിതാവ് അറിഞ്ഞില്ല? പിതാവ് ഇതൊന്നും അറിയുന്നില്ലേ? ശരിക്കും ഈ ഒരു കുടുംബത്തിലെ ഈ ഒരു പിതാവ് അറിയാതെ ഇക്കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഗൾഫിലാണ്, ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാലും ശരി, ഈ മക്കളും ഭാര്യയുമായിട്ടൊക്കെ എന്തായാലും സംസാരിക്കുന്നുണ്ടായിരിക്കില്ലേ? എന്തായാലും ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ഉള്ളതല്ലേ? അപ്പൊ എന്തായാലും ഒരു കോണ്ടാക്റ്റും ഈ കാര്യങ്ങളൊക്കെ അറിയും. അല്ലെങ്കിൽ മകൻ ഇത്തരത്തിലാണ് എന്നുള്ളത് ഈ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനോട് പറയത്തില്ലേ? എന്തോ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. ഇവിടെ 5 കൊലപാതകങ്ങൾ വളരെ എന്താ പറയുന്നത്, മനുഷ്യ മനസാക്ഷി വരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു ആ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എന്ന് പറയുന്നത്. അതിലെ പ്രതിയായ അഫാൻ ആണെങ്കിൽ ഇപ്പൊ സുഖജീവിതം എന്ന് വേണമെങ്കിൽ പറയാം.